ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ടച്ച് ഇൻറ്റീരിയർ. 20 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ പുതുതായി ഞങ്ങൾ റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ സോണി, ഇൻറ്റീരിയർ ഡിസൈനർ ആൻഡ് കൺസൾട്ടൻറ്റ്. കംപ്ലീറ്റ് ആയി ഇൻറ്റീരിയർ റിനോവേഷൻ കഴിഞ്ഞ ഈ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പെർഫെക്റ്റ് കളർ കോമ്പിനേഷൻ ആൻഡ് ലൈറ്റിംഗ്, ഇതാണ് ഈ ലിവിംഗ് റൂമിനെ ഇത്ര മനോഹരമാക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ സീലിങ്ങിലേക്ക് നോക്കിയാൽ ഒരു മിനിമൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ പ്രത്യേകത, അതായത് ഈ വീടിൻ്റെ ഓരോ കോണിൻ്റെയും പ്രത്യേകത, ഏത് റൂമിൽ നിന്നാലും ഏത് മൂഡിലേക്ക് വേണമെങ്കിലും നമുക്ക് റൂമിനെ മാറ്റാൻ പറ്റും. ഈ സ്വിച്ചുകളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് വൈറ്റ്, വാം, ന്യൂട്രൽ വൈറ്റ്, ഈ നിറങ്ങളിലേക്ക് ഈ റൂമിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വോളാണ്. ഈ വോളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബേജ് ആണോ അല്ലെങ്കിൽ ഗ്രേ ആണോ. അതായത് ഇത് ഗ്രേജ് കളർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെയിൻസ്കോട്ട് പാനലാണ് ഒരു 5 ഡിവൈഡ് ചെയ്താണ് ഈ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 നടുക്ക് നമ്മൾ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിനും പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ മുറിയിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് ഈ ഒരു വോം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ റൂമിൻ്റെ പ്രത്യേകത ക്ലാസിക്. അതാണ് ഞാൻ പറയുന്നത് ഒറ്റ വാക്കിൽ. ഈ റിനോവേഷൻ സമയത്ത് ഏറ്റവും കൺഫ്യൂഷൻ വന്ന ഏരിയ ആയിരുന്നു ടീപ്പോയുടെ വർക്ക്. അതായത് പല മോഡൽസ് നമ്മൾ നോക്കി സെലക്ട് ചെയ്തു. പക്ഷേ ലാസ്റ്റ് ഇവിടുത്തെ മോൻ ഒരു ഡിസൈൻ അയച്ചു തന്നു. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആ ഒരു ഡിസൈൻ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു സൈസ് എല്ലാം അതുപോലെ തന്നെ. ഒരു സൈഡിൽ നമ്മൾ ഡ്രോയേഴ്സ് കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സെയിം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു ടീപ്പോയ്, അതായത് ഈ സെൻറ്റർ ടേബിളിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൈക്ക ലാമിനേഷൻ തന്നെയാണ്. അത് ഞാൻ കാണിക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ റൂമിൽ നമ്മളെല്ലാവരും വിട്ടുപോകുന്ന ഒരു സംഗതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ക്യൂരിയോസ് പ്ലേസ് ചെയ്യാനുള്ള 2 ലെഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ ആക്ച്വലി ഇത് ഇവിടുത്തെ DB ബോക്സാണ്. അത് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി വേറൊരു ഏരിയയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ സ്റ്റെയറിൻ്റെ അടിഭാഗം, സാധാരണയായി സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ കൂടുതൽ ബോക്സസ്, ഡ്രോയേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് കൂടുതൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ, അതായത് പുൾ ഔട്ട് ടൈപ്പുള്ള ഡ്രോയേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെ നമ്മൾ ഡോർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡ്രോയർ സിസ്റ്റമാണ്. പല രീതിയിലുള്ള ഡ്രോയേഴ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഇൻവെർട്ടറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡൈനിങ് വാഷ് ഏരിയയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് ഒരു LED മിറർ, വാഷ് ബേസിൻ, അതുപോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റ്, ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച TV യൂണിറ്റാണ് പരിചയപ്പെടുത്തുന്നത്. നേരത്തെ നമ്മൾ സെൻറ്റർ ടേബിൾ കണ്ട ആ ഒരു മൈക്ക ലാമിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ലൂവേഴ്സാണ്. ഈ ലൂവേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഒരു ഗ്രേ ആണോ, ബേജ് ആണോ അല്ലെങ്കിൽ പീച്ചാണോ, അതായത് ഒരു ഗ്രേജ് കളറിൽ തന്നെയാണ് നമ്മൾ ഈ ലൂവേഴ്സും കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ലൂവേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത, ഈ ഒരു റിനോവേഷൻ വർക്ക് എന്ന് പറഞ്ഞപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു വോള് ഇവിടെ നമ്മൾ ലൂവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ചെറിയ ആർച്ചായിട്ടായിരുന്നു. അത് നമ്മൾ വലുതാക്കി സ്ക്വയർ ടൈപ്പിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ വീടിൻ്റെ ഡൈനിങ് റൂമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, ഇതെല്ലാം ഒരു ഓപ്പൺ തീമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഡൈനിങ് റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊരാളുടെയും കണ്ണ് ആദ്യം ചെല്ലുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്.
സീലിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഡിസൈൻ വർക്കാണ് ജിപ്സത്തിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാനായി ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു പ്ലാന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭിത്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം കളർ ടോൺ തന്നെയാണ് വാളിന് കൊടുത്തിരിക്കുന്നത്. ഒരു 5 ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഈ വീട്ടിലുള്ളവരുടെ ട്രോഫീസ്, ഫോട്ടോസ് ഇതെല്ലാം ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈ ഡൈനിങ് റൂമിലേക്ക് നോക്കുമ്പോൾ ഏതൊരാളും വാവ് എന്ന് പറഞ്ഞ് നോക്കുന്ന ഒരു ഏരിയ ഇത് തന്നെയാണ്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു റെയിൽവേ ക്ലോക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതൊരു വീടിൻ്റെയും മെയിൻ ഏരിയ എന്ന് പറയുന്നത് കിച്ചണാണ്. ഈ വീട്ടിലെ കിച്ചൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ, ഈ ഒരു ഏരിയ പഴയതിൽ ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഇത് നമ്മൾ ഓപ്പൺ ആക്കി. ഇതിൽ കൂടുതൽ ഇത് ഓപ്പൺ ആക്കാൻ പറ്റില്ല, കാരണം ആ സൈഡിൽ TV യൂണിറ്റ്, ഈ വോള് ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മൾ ലോവേഴ്സ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ സെയിം കളർ മൈക്ക് തന്നെ ആണ് കൊടുത്തിരിക്കുന്നത്, ആർക്കി ഡ്രൈവ് കൊടുത്തിരിക്കുന്നത്. ഇത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനടിവശത്തായിട്ട് ആ സെയിം ലോവേഴ്സ് തന്നെയാണ് ഇവിടെ പാനൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ പ്രത്യേകത. നമ്മൾ ഏതൊരു വീട്ടിൽ ചെല്ലുമ്പോഴും ഒരു ഓപ്പൺ തീമുള്ള കിച്ചൺ ആണെങ്കിൽ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കാണും. അപ്പം അതിന് മുകളിലായിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ്, ഇല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ്, 2 ഹാങ്ങിങ് ലൈറ്റ്, ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റുകളാണ് നമ്മൾ എവിടെയും കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലോങ് മെറ്റൽ LED ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ കൊടുക്കാൻ കാരണം തന്നെ ഞാൻ പറയാം. ഇപ്പം നമുക്ക് ലിവിങ് റൂമിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് സ്പേസ് കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഓപ്പൺ കിച്ചണെ നോക്കുമ്പം അപ്പം എന്തെങ്കിലും ഒരു സാധനം കിച്ചണിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു സ്ഥലത്തൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഈ ഹാങ്ങിങ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ട്രാഫിക് ബ്ലോക്ക് ആകും. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്പേഷ്യസ് ആയ കിച്ചണാണിത്. ഈ കിച്ചൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് ഒരു റിനോവേഷൻ വർക്കാണെന്ന്. ആക്ച്വലി ഈ കിച്ചൺ ശരിക്കും ഇവിടെ ഒരു ഫുൾ വാളായിരുന്നു, ഇവിടെ ഒരു ഡോറും ആയിരുന്നു. നമ്മളത് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി. ഇത് ഒരു വർക്ക് ഏരിയ പോലെയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കിച്ചൺ ഫുള്ളായിട്ടെടുത്ത്. ഇനി അതുപോലെ തന്നെ ഇവിടെയുമൊക്കെ സ്ലാബായിരുന്നു. ഇത് ഫുൾ സ്ലാബിൽ ചെയ്ത ഒരു വർക്കായിരുന്നു. ലോഫ്റ്റും ഒക്കെ സ്ലാബിലായിരുന്നു. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി മോഡുലാർ കിച്ചൺ ആക്കിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കളറെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ ലിവിങ് റൂമിൽ പറഞ്ഞിരുന്നു, ഗ്രേജ് എന്നൊരു കളർ പറഞ്ഞിരുന്നു. ആ ഒരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബേജ്, അതുപോലെ തന്നെ ബ്ലാക്ക്, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ലിവിങ് റൂം, ഡൈനിങ് റൂം ഇവിടെയെല്ലാം നമ്മൾ ലൈറ്റിൻ്റെ ആ ഒരു സെലക്ഷനും ബ്ലാക്ക്, വൈറ്റ് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള LED ലൈറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പം ഇനി ഓരോന്നായി ഞാൻ പറയാം. ഇവിടെ ഒരു ടോൾ യൂണിറ്റാണ്. ഓക്കെ, നമ്മൾ ടോൾ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറേ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ടോൾ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇത് ടോൾ യൂണിറ്റ് ഫിറ്റിങ്സ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പ്രോലിഫ് ഡോറുകളാണ്. ഇനി ഇതൊക്കെ ടാൻഡം ബോക്സ് ആണ്. നമുക്ക് എന്തും കീപ്പ് ചെയ്യാൻ പറ്റും. എത്ര വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടിയ സാധനങ്ങളാണെങ്കിലും അതിനനുസരിച്ചുള്ള ഫിറ്റിങ്സിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു പുൾ ഔട്ടാണ്, അതായത് ബോട്ടിൽ പുൾ ഔട്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലൊക്കെ ട്രെൻഡി ആയിട്ടുള്ള ഒരു സിങ്കാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വിൻഡോസ് ഉണ്ട്, അതിൽ നമ്മൾ വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കോർണർ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കോർണർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇവിടെ ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ്. അതിനടിയിലാണ് നമ്മൾ കട്ട്ലറി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഹുഡിലായാലും നമുക്ക് ഈ ഒരു സ്പേസും നമ്മൾ കളയാതെ അതും ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെയും കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ കാര്യം ഞാൻ വിട്ടുപോയത്, ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാം,
അതായത് ബോക്സ് വർക്ക്, ഡോറ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് WPCയിലാണ്. നമുക്ക് WPCയിൽ അറിയാം. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മറൈൻ പ്ലൈവുഡ് ചെയ്തിട്ട് സിങ്ക് ഏരിയയിൽ, വെള്ളം നനയുന്ന ഏരിയയിൽ WPC ചെയ്യും. പക്ഷേ ഇവിടെ ഫുൾ ചെയ്തിരിക്കുന്നത് നമ്മൾ WPCയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കോർണറിലാണേലും നമ്മൾ 2 കോർണർ യൂണിറ്റ്, അതായത് മാജിക് കോർണർ, രണ്ട് ടൈപ്പ് ഓഫ് മാജിക് കോർണറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ്, അതായത് മാജിക് കോർണറാണ്. നമുക്കിങ്ങനെ യൂസ് ചെയ്യാം. അതായത് മാക്സിമം സ്റ്റോറേജിന് സൗകര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോന്നും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സൈഡിലാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എസ് ഷേപ്പ് മാജിക് കോർണറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട സംഗതികൾ, അപ്പോൾ നമ്മളിപ്പോൾ കോഫി, ടീ, ഷുഗർ ഇതെല്ലാം നമ്മൾ ഈ ഒരു സൈഡിൽ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള സൗകര്യത്തിന് ഇപ്പം നമ്മൾ തുറക്കണ്ട, അതിനു വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരു റോളിംഗ് ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോളിംഗ് ഷട്ടർ നമ്മളിവിടെ വെക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ക്യാബിനറ്റ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ചെറിയ 2 ലെഡ്ജസ് കൊടുത്തിരിക്കുന്നത്. ഈ റോളിംഗ് ഷട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും അലുമിനിയമാണ് റോളിംഗ് ഷട്ടർ, നമുക്കെല്ലാവരും അറിയാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഒരു പുൾ ഔട്ട് ട്രേ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. മിക്സി, ഗ്രൈൻഡർ അതെല്ലാം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന. ഇതിനകത്ത് നമ്മൾ ഈ മിക്സിയൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് വെച്ച് താഴെ പ്ലഗിൽ കുത്തേണ്ട ആവശ്യമില്ല. പ്ലഗ് പോയിന്റ് എല്ലാം ഇതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മോഡുലാർ കിച്ചണിൽ നമ്മൾ ഇൻബിൽറ്റ് മൈക്രോവേവിന് ചിലപ്പോൾ യൂസ് ചെയ്യും. ഇല്ല, നമുക്ക് പഴയ മൈക്രോവേവിനൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു ക്യാബിൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ആക്ച്വലി ഇതൊരു ഡോറ് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ ഡോറ് ക്ലോസ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ മൈക്രോവേവ് യൂസ് ചെയ്യാം. അതിന് താഴെ നമ്മൾ ഡ്രോയറാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇപ്പം കറി എന്തെങ്കിലും ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്പൂൺ എടുക്കണമെങ്കിൽ ഈ ഡ്രോയറിൽ നിന്ന് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അതിനായിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷെൽഫ് തന്നെയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ബാക്ക് സൈഡും നമ്മൾ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. അത് സ്റ്റോറേജ് യൂണിറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പേൾ വൈറ്റ് ആണ്, 7th ഗ്രേഡ് പേൾ വൈറ്റ് ആണ്. നമ്മൾ സാധാരണ മോഡുലാർ കിച്ചണിലൊക്കെ കാണും, നമ്മുടെ ക്യാബിൻ്റെ, അതായത് ക്യാബിനറ്റ്സിൻ്റെ അടിയിൽ കൂടെ സ്ട്രിപ്പ് ലൈറ്റുകൾ അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുക്കും. ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്താണ് നമ്മുടെ ക്യാബിൻസ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് വരുന്ന ഡോറുകൾക്കുള്ളിലെല്ലാം സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ 2 ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ മാത്രം ലോഫ്റ്റ് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് റിനോവേഷൻ വർക്കായിരുന്നു. ഈ ഒരു സ്പേസും കൂടെ നമ്മൾ കിച്ചണിലേക്ക് കൂട്ടിയെടുത്തിരിക്കുകയാണ്. അപ്പം അവിടെയാണ് നമ്മൾ ഫ്രിഡ്ജ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെയും ഒരു സിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടി ഫുൾ വിൻഡോസ് ആണുള്ളത്. ഇവിടെ നമ്മളൊരു ടോൾ യൂണിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രോയർ. അതിന് താഴെയായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കീപ്പ് ചെയ്യാനായിട്ട് ഒരു വിക്കർ ബാസ്ക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് സൈസിലുള്ള വിക്കർ ബാസ്ക്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ സ്റ്റോറേജാണ്. ഇനി സിങ്കിനടിയിലാണെങ്കിൽ നമ്മൾ ഇത് എയർ പാസിങ്ങിന് വേണ്ടി ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്രോയറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡസ്റ്റ്ബിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെയാണ് ഈ സിങ്കിനടുത്തായിട്ടാണ് GTPT കൊടുത്തിരിക്കുന്നത്. അത് ബൈഫോൾ സിസ്റ്റത്തിലാണ് നമ്മൾ ഡോറ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതും നല്ലൊരു സിങ്ക്, അതുപോലെ ഈ സ്പേസും നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ട ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ, ഈ ഒരു റിനോവേഷൻ വർക്കിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള റിനോവേഷൻ വർക്കുകൾക്കും ഇൻറ്റീരിയർ വർക്കുകൾക്കും ഞങ്ങളെ സമീപിക്കേണ്ട നമ്പർ 9995429399. താങ്ക് യു.